ഫലസ്തീനികളോട് ഐക്യദാർഢ്യം പുലർത്തുന്നവരോടാണ്. ഈ ആളുകളെ നമുക്ക് ശരിയാവില്ല, അവർ വെറുക്കുന്ന വെറുപ്പിന്റെ നോട്ടീസുകൾ പോസ്റ്റ് ചെയ്യുന്നവരോടാണ്. ഈ ആളുകളെ എതിർക്കാനുള്ള യോഗ്യത നമുക്കുണ്ടോ എന്നാൽ ജൂതനെ എതിർക്കുന്നു നമ്മൾ, യഹൂദനെ എതിർക്കുന്നു നമ്മൾ, ജൂതന്റെ മുഴുവൻ സംസ്കാരവും ജൂതനെ എതിർത്തുകൊണ്ട് നെഞ്ചേറ്റുന്നവരാണ് നമ്മൾ. ജൂതൻ കുടിക്കുന്നത് പോലെ കുടിക്കുന്നു, ജൂതൻ പലിശ ഉപയോഗിക്കുന്നത് പോലെ ഉപയോഗിക്കുന്നു, ജൂതൻ വ്യഭിചരിക്കുന്നത് പോലെ വ്യഭിചരിക്കുന്നു, ജൂതൻ മദ്യപിക്കുന്നത് പോലെ മദ്യപിക്കുന്നു, ജൂതൻ കൊല നടത്തുന്നത് പോലെ കൊല നടത്തുന്നു, ജൂതൻ അക്രമം ഭരിപ്പിക്കുന്നത് പോലെ അക്രമം ഭരിപ്പിക്കുന്നു. എന്നിട്ട് ജൂതനെതിരെ സംസാരിക്കാൻ അർഹതയുണ്ടെന്ന് നമ്മൾ വാഴുകയാണ്. പ്രിയപ്പെട്ടവരെ, അവിടെയാണ് അവർ കൊണ്ടുവന്ന എല്ലാ തോന്നിവാസങ്ങളും മുസ്ലിം സമുദായത്തിൽപ്പെട്ട ബഹുഭൂരിപക്ഷം ആളുകളിൽ ഉണ്ട് എന്നതാണ് വാസ്തവം. നമ്മൾ ആലോചിച്ചു നോക്കൂ, ശിർക്ക്, ഖബറാരാധന ആര് കൊണ്ടുവന്നതാണ്? അവർ കൊണ്ടുവന്നതാണ്. പൗരോഹിത്യത്തോട് തഖലീദ് ചെയ്യൽ ആര് കൊണ്ടുവന്നതാണ്? അവർ കൊണ്ടുവന്നതാണ്. ജന്മദിനാഘോഷം പോലുള്ളത് ഏറ്റവും ഗംഭീരമായി നടപ്പിലാക്കൽ ആര് കൊണ്ടുവന്നതാണ്? അവർ കൊണ്ടുവന്നതാണ്. വേഷകെട്ടലുകളും കപടന്മാരായി ജീവിക്കലും ആര് കൊണ്ടുവന്നതാണ്? അവർ കൊണ്ടുവന്നതാണ്. ഇതൊക്കെയും നെഞ്ചേറ്റുന്ന നമ്മളാണ് ഈ ആളുകൾക്കെതിരെ ഒരുങ്ങിയവരാണെന്ന് പ്രഖ്യാപിക്കുന്ന പ്രിയപ്പെട്ട സമൂഹമേ. അവർ ബിസിനസ് ചെയ്യുന്ന, അവർ ഏതെങ്കിലും ഹൈപ്പർ മാർക്കറ്റുകളിലെ റാക്കുകളിൽ കൊണ്ടുവച്ചിരിക്കുന്ന സാധനത്തെ നിരാകരിക്കുന്നതിന് മുമ്പ് അവർ കൊണ്ടുവന്ന ജീവിത ക്രമങ്ങളിലുള്ള ക്രമക്കേടുകളെ സ്വജീവിതത്തിൽ നിന്ന് മാറ്റിയെടുക്കുക എന്നതാണ് ആദ്യമായി ഒരു മുസ്ലിം ചെയ്യേണ്ടത്. അതല്ലാതെ അവർ വിൽപ്പന നടത്തുന്ന 10 രൂപയുടെ വെള്ളം കുടിക്കാതിരിക്കുന്നത് കൊണ്ട് പ്രിയപ്പെട്ട സഹോദര, നിന്റെ എതിർപ്പ് അവിടെ പൂർണ്ണമാകുന്നില്ല. അവർ കൊണ്ടു നടക്കുന്ന ആദർശം നിന്റെ ജീവിതത്തിലുണ്ടെങ്കിൽ, നിന്റെ സ്വകാര്യ ജീവിതത്തിലുണ്ടെങ്കിൽ അത് വലിച്ചെറിയാനാണ് ഈ ഫലസ്തീനിന്റെ കുഞ്ഞുമക്കളെ കണ്ട് കണ്ണീരൊലിപ്പിക്കുന്നതിന് മുമ്പ് നമ്മൾ ചെയ്യേണ്ടത് എന്ന് വിശ്വാസികളായ നമുക്ക് തീരുമാനിക്കാൻ സാധിക്കണം. അതാണ് പ്രിയപ്പെട്ടവരെ ശരി.